बोलो भारत माता की जय, सेना की जय, शिंदे जी की जय, सेना की जय। ശ്രീത്വം നൽകുന്ന ഈ സായം സന്ധ്യയിൽ ശിവസേനയുടെ വർക്കല നിയമസഭാ മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തന ചരിത്രത്തിൽ ഒരു സുവർണ ലിപി രേഖപ്പെടുത്തുന്നതിന്റെ തുടക്കം അത്രയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു യോഗം ആണിത്. വലിയൊരു തീപിടുത്തം ഉണ്ടാകുന്നത് ഒരു കൊച്ചു തീപ്പൊരിയിൽ നിന്നാണ് വലിയൊരു തീപിടുത്തം ഉണ്ടാകുന്നത്. നമ്മളിന്ന് സേന ഈ വർക്കല മണ്ഡലത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായി മാറേണ്ട പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിക്കുന്ന ഒരു തീപ്പൊരിയാണെന്ന് ഈ സുദിനത്തിൽ നമുക്ക് എല്ലാവർക്കും ആഹ്ലാദത്തോടെ അഭിമാനത്തോടെ തന്നെ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കണം. നമ്മുടെ യോഗ നടപടികൾ ഔപചാരികമായി ആരംഭിക്കുന്നു. ആദ്യം നമുക്കൊരു ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ യോഗത്തിന് സമാരംഭം കുറിക്കാം. ഏകദന്തം മഹാകായം സപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമുക്ക് ഏവർക്കും പ്രിയകരനായ ശ്രീ അജിത് സിംഗിനെ സഹർഷം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശിവസേന എന്ന പ്രസ്ഥാനത്തിന് ഒരു ആമുഖത്തിന്റെ ആവശ്യമുണ്ട്. ശിവസേന എന്ന പ്രസ്ഥാനം കേരളത്തിൽ കൊണ്ടുവന്ന എം.എൻ. സ്പോൻജി, ഞങ്ങളുടെ എല്ലാം ചേട്ടൻ എന്നറിയപ്പെടുന്ന എം.എസ്. സ്പോൻജി സ്മരിച്ചുകൊണ്ട് 80% ജീവകാരുണ്യ പ്രവർത്തനവും 20% രാഷ്ട്രീയവും കൂട്ടിച്ചേർത്ത് കേരളത്തിന്റെ മണ്ണിൽ മഹത്തായ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുത്തിയ എം.എസ്. സ്പോൻജിയെ മനസ്സാൽ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അധ്യക്ഷനായ വിജയകുമാർ ചേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. പേരുക്കള ഹരിമാർജിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മൾ ശിവസേനയുടെ ആദരവ് ഏറ്റുവാങ്ങാൻ ആദിത്യരാജനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി രാധാകൃഷ്ണൻ ചേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മോഹൻ കുമാർ നായർ ചേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന സെക്രട്ടറി ഒറ്റശേഖരമംഗലം കൃഷ്ണൻകുട്ടി ചേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യുവസേന സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു വഴയില, ജില്ലാ പ്രസിഡന്റ് ആറ്റുകാൽ സുർജിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ജില്ലാ സെക്രട്ടറി കാൽപ്പാടി രാജേഷ് സ്വാഗതം.
ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രശോഭ് കുമാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാജേഷ് കണ്ണാരപ്പൻ ഈ വേദിയിലേക്ക് സ്വാഗതം. ജില്ലാ പ്രസിഡന്റ് RKSന്റെ പേരുക്കട ഷിബുവിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യുവസേന ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം കാര്യവട്ടം ബാലനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം അജീഷ് ബി നായരിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോർഡിനേറ്റർ കമ്മിറ്റി അംഗം രതീഷിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വീരന്മാരായ ശിവസൈനികരെ, നിങ്ങൾ എവിടെയും ഞാൻ ഈ സമ്മേളന വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമ്മളൊരു യോഗം സമാപിക്കുമ്പോൾ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഭദ്രദീപത്തിന്റെ സാന്നിധ്യത്തോടു കൂടി അത് പ്രോജ്വലിപ്പിച്ചുകൊണ്ട് തന്നെ ആരംഭിക്കുന്നത് ഐശ്വര്യ നിദാനമാകും എന്നുള്ളത് കൊണ്ടും ഏറെ നമ്മുടെ ഈ സംസ്ഥാനത്തെ ശിവസേനയുടെ അവസാന വാക്കാണ് രാജ്യപ്രമുഖ് എന്നുള്ള സ്ഥാനം അലങ്കരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റിന്റെ സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ പേരൂർ ഹരികുമാർ അവർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗവും ഈ ദീപം പ്രോജ്വലിപ്പിച്ചുകൊണ്ടുള്ള ഉദ്ഘാടനത്തിന്റെ ചടങ്ങും കഴിഞ്ഞതിന് ശേഷം ഞാൻ അധ്യക്ഷ ഭാഷണം നടത്തിക്കൊള്ളാം. അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രഭാഷണം കഴിഞ്ഞ ശേഷം നടത്തുന്നതായിരിക്കും ഔചിത്യം എന്ന് തോന്നിയതുകൊണ്ട് അധ്യക്ഷന്റെ പ്രത്യേക അധികാരം പ്രയോഗിച്ചുകൊണ്ട് നമ്മുടെ ആദരണീയനായ, നമ്മുടെ ഏവരും പ്രിയങ്കരനായി ഹരിച്ചേട്ട എന്ന് വളരെ പ്രിയത്തോടെ വിളിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ്, നമ്മുടെ രാജ്യപ്രമുഖ് ശ്രീ പേരൂർ ഹരികുമാർ അവരുടെ ഈ യോഗം ദീപം പ്രോജ്വലിപ്പിക്കുന്നതിനും ഉദ്ഘാടനം ചെയ്യുന്നതിനുമായി സാദരം സഹർഷം സാഭിമാനം സ്വാഗതം ചെയ്യുന്നു. മൊബൈലിൽ തന്നിട്ട് അങ്ങ് പോയി. അനുവിൻ്റെ മൊബൈലാണ്. ഒരു തിരി എത്തിച്ചാൽ നമസ്കാരം. നമ്മുടെ ഇന്ന് വർക്കല നിയോജക മണ്ഡലം കമ്മിറ്റി യോഗം അതിന്റെ അധ്യക്ഷത വഹിക്കുന്ന
പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ ഓർഗനൈസർ ശ്രീ വിജേന്ദ്രകുമാർ, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമാൻ രാധാകൃഷ്ണൻ മേനോൻ അവർ, പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ മോഹൻകുമാർ നായർ, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ആറ്റുകാൽ സുനിൽ, ജില്ലാ സെക്രട്ടറി രാജേഷ് കൈപ്പാടി, പാർട്ടിയുടെ യുവജന വിഭാഗമായ യുവസേനയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു വഴിയില, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായിട്ടുള്ള രാജേഷ് കണ്ണാരങ്കോട്, അശോക് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ അജീഷ് ടി നായർ, ഉണ്ണി രാജേന്ദ്രൻ, നമ്മുടെ ഗണേശോത്സവ ട്രസ്റ്റ് കമ്മിറ്റിയുടെ വർക്കല മേഖല ചെയർമാൻ ശ്രീമാൻ ഗിരിരാജ്, ഇവിടെ സ്വാഗതം ആശംസിച്ച അജിത് സിംഗ്, അതുപോലെ തന്നെ മണ്ഡലത്തിന്റെ ഈ വർക്കല മേഖലയുടെ മുൻ ഭാരവാഹികളായിട്ടുള്ള വിനു, രഞ്ജിത്ത്, അതുപോലെ തന്നെ നമ്മുടെ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ പ്രസിഡന്റ് കുഞ്ഞുമോൻ, സെക്രട്ടറി ദീപക് രാജേന്ദ്രൻ, നമ്മുടെ കിളിമാനൂർ വിവേക്, മറ്റ് പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകർ. അപ്പോൾ വളരെ ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് വർക്കലയിൽ ഇത്തരത്തിൽ പാർട്ടിയുടെ ഒരു മണ്ഡലം സമ്മേളനം നമ്മൾ വിളിച്ചുകൂട്ടുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടി കേന്ദ്രത്തിലുണ്ടായ ചില ബ്ലോക്കിനെ തുടർന്ന് നമുക്ക് ഈ മേഖലയിലും സംഘടനയ്ക്ക് രണ്ടായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും നമ്മുടെ പ്രവർത്തകർ എല്ലാ മേഖലയിലുള്ളവരും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലൊരു മണ്ഡലം യോഗം വിളിച്ചത്. ഇതില് സുരേഷ് ഉത്തമൻ, ഹരോഷ് പോലെ പ്രധാന നേതാക്കളുണ്ട്. ഇതിൽ നിരവധി ആളുകൾ നമ്മുടെ നേരത്തെ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന നിരവധി ആളുകളെ നമുക്ക് ഇനി പ്രവർത്തനത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പാർട്ടിക്ക് ശക്തി ഉണ്ടായിരുന്ന ഒരു മേഖലയാണ് വർക്കല. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പല അവസരങ്ങളിലും പ്രതിയോഗികൾക്ക് പോലും അത് നമുക്ക് അവരുടെ മുന്നിൽ പോലും അത് തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ശിവസേനയ്ക്ക് വർക്കലയിൽ വലിയൊരു ആദരവ്, ബഹുമാനം ഈ പാർട്ടിക്ക് പ്രസ്ഥാനത്തിന് തരുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വളരെ അധ്വാനിച്ച് വലിയ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു, മറ്റ് നിയമസഭയ്ക്ക് മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. അപ്പോൾ എല്ലാ തരത്തിലും പ്രവർത്തനം. അതേസമയം എൻഡിയുടെ ഘടകകക്ഷിയായി നിൽക്കുന്ന സമയത്ത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ ശക്തമായിട്ടുള്ള പിന്തുണയോടുള്ള പ്രവർത്തനം നമ്മൾ ഈ മണ്ഡലത്തിൽ നടത്തിയപ്പോൾ ശിവസേന എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ അല്ലെങ്കിൽ ഈ നിയോജക മണ്ഡലത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണ്. എന്ത് വിഷയമുണ്ടെങ്കിലും ആളുകൾ ശിവസേനയെ സമീപിക്കുന്ന ഒരു സ്ഥലമാണ് വർക്കല. അതുപോലെ തന്നെ അതിന് നമുക്ക് എല്ലാ കാലങ്ങളിലും ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ, വിഷയങ്ങൾക്ക് പരിഹാരം കാണാനുമുള്ള കരുത്തുറ്റ നേതൃത്വം ഈ മേഖലയിൽ നിന്ന് പാർട്ടിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോ കഴിഞ്ഞ ഒരു 2 വർഷക്കാലമായി നമ്മൾ ദേശീയ തലത്തിൽ വീണ്ടും നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന, BJP നേതൃത്വം നൽകുന്ന ഇന്ത്യയുടെ ഘടകകക്ഷികളാണ്. മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇപ്പോ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ ഏക്നാഥ് ഷിൻഡേജി പാർട്ടിയിലേക്ക് പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്ത ശേഷം വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് രാജ്യത്തൊട്ടാകെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ നമുക്ക് രാജ്യത്തിന് അഭിമാനമായി, രാജ്യത്തുണ്ടായ ഭീകരാക്രമണത്തിന്
ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുകയുണ്ടായി. പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളും എന്തിന് അവരുടെ തന്ത്രപ്രധാനമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വരെ തകർത്തുകൊണ്ട് ശക്തമായ തിരിച്ചടി ആ രാജ്യത്തിന് നൽകുവാൻ വേണ്ടി ഇന്ത്യക്ക് കഴിയും. ഇതിനു മുമ്പ് തന്നെ ഈ രാജ്യത്ത് പല കാലഘട്ടത്തിലും ഇതുപോലെയുള്ള ഭീകരവാദവും ഭീകരപ്രവർത്തനവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന്ന് അതിനെതിരായി ചെറുവിരൽ അനക്കുവാൻ വേണ്ടി അന്ന് കേന്ദ്രം ഭരിച്ചിരുന്ന UPA ഗവൺമെന്റിനോ മറ്റു കക്ഷികൾക്കോ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത്രയും ആർജവും തന്റേടവുമുള്ള ലോകരാജ്യങ്ങൾക്കിടയിൽ അത്രത്തോളം ഇന്ന് പ്രഭാവമുള്ള ഒരു നേതൃത്വമാണ് ഭാരതം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഈ ലോകരാജ്യങ്ങളെ ഈ ഭീകരതയുടെ തീവ്രത വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ലോകരാജ്യങ്ങളിലേക്ക് നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി നേതൃത്വം എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലത്താൽ 7 വിവിധ കമ്മിറ്റികളെ നിയോഗിക്കുകയുണ്ടായി. അതിൽ ഒരു പ്രധാനമായിട്ടുള്ള നമ്മുടെ ഗൾഫ് രാജ്യങ്ങൾ UAE ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ആ രാജ്യങ്ങളിലേക്കുള്ള സംഘത്തെ നയിച്ചത് ശിവസേനയുടെ ലോക്സഭാ കക്ഷി നേതാവ് ശ്രീകാന്ത് ഷിൻഡേജിയായിരുന്നു. അപ്പൊ അങ്ങനെ ശക്തമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ കാലത്ത് NDAയുടെ ഭാഗമായി നിന്നുകൊണ്ട് കേന്ദ്രത്തിൽ ശിവസേനയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ശിവസേനയ്ക്ക് വേണ്ടതായ പരിഗണന ലഭിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ശശി തരൂരിന്റെ നേതൃത്വത്തിൽ അമേരിക്കയിലുള്ള സംഘത്തിൽ അതോടൊപ്പം ആ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നത് പാർട്ടിയുടെ യുവമുഖമായിട്ടുള്ള പാർട്ടിയുടെ രാജ്യസഭാംഗം ശ്രീ മിലിന്ദ് ദേവറായ. അപ്പൊ അങ്ങനെ ശക്തമായിട്ടുള്ള എല്ലാ മേഖലയിലും NDAയുടെ എല്ലാ തുറകളിലേക്കും പാർട്ടിക്ക് കേന്ദ്രത്തിൽ ആ ഒരു സ്ഥാനം നൽകിക്കൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുപോലെ നമ്മുടെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് സഹമന്ത്രി സ്ഥാനവും ആയുഷ് വകുപ്പിന്റെ സ്ഥാനവും വഹിക്കുന്നത് ശിവസേനയാണ്. മഹാരാഷ്ട്രയിൽ നമുക്കിന്ന് 61 MLAമാരും 12ഓളം മന്ത്രിമാരുമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കേന്ദ്രം ഭരിക്കുന്ന NDAയുടെ പ്രധാന ഒരു ഘടകകക്ഷിയാണ് ഇന്ന് ശിവസേന. അപ്പൊ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വളരെ കൂടുതൽ നമ്മൾ ഒരു ആത്മസമർപ്പണത്തോടു കൂടി പാർട്ടിക്ക് വേണ്ടിയിട്ട് നിരവധി പ്രവർത്തകർ എല്ലാ മേഖലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴാണ് ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമ്മുടെ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിന് ഒരു വിജയത്തിന്റെ പാതയിലെത്താൻ സാധിക്കുന്നത് ഈ തികഞ്ഞ നിസ്വാർത്ഥ സേവനത്തിന്റെ ഭാഗമായി നമ്മുടെ നേതാക്കൾ പ്രതിനിധികൾ ഏതൊക്കെ ജനകീയ സഭകളിലേക്ക് എപ്പം എത്തുന്നോ അന്നാണ് പാർട്ടിയുടെ ആ ഒരു മുഖം ജനകീയ സേവനത്തിനുള്ള കൂടുതൽ അവസരം നമുക്ക് തുറന്നു കിട്ടുന്നത്. ഇപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറായാൽ പോലും നമുക്കൊരു ഗ്രാമീണ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ സഹായങ്ങൾ നമ്മുടെ കൂടെയുള്ള അല്ലെങ്കിൽ നാട്ടിൽ ദൈനംദിനം അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു വീക്ഷണത്തോടു കൂടിയാണ് പാർട്ടി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ വ്യക്തമായിട്ടുള്ള കമ്മിറ്റികൾ, അത് ഒരു പഞ്ചായത്തിലാണെങ്കിൽ വാർഡ് തല കമ്മിറ്റികൾ, അത് കഴിഞ്ഞ് പഞ്ചായത്ത് കമ്മിറ്റികൾ അത് കഴിഞ്ഞാൽ നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ. അപ്പോൾ എല്ലാ മേഖലയിലും വ്യക്തമായ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് പാർട്ടി പ്രവർത്തകർക്ക് വ്യക്തമായ ടാർഗറ്റ്, അവർക്ക് ഉത്തരവാദിത്വം നൽകിക്കൊണ്ട് പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തമായ മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടാണ് ഇന്ന് പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇനി വരുന്ന ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ഇന്നിപ്പോൾ ഏകദേശം ജൂലൈ 27, ഇനിയിപ്പോൾ ഒരു 3 മാസത്തിന് അകത്ത് തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ യോഗമെല്ലാം പൂർണ്ണമായ ശേഷമാണ് സാധാരണ നമ്മൾ ഭാരവാഹികളുടെ പ്രഖ്യാപനം. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങാൻ വേണ്ടി അല്പം വൈകി. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ 6:45 ഒരു 7:00 മുമ്പ് ഒരുപാട് എത്തേണ്ടതുണ്ട്. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഈ ജില്ലയിലെ നമ്മൾ ശക്തമായിട്ടുള്ളൊരു കമ്മിറ്റി നമ്മളിന്ന് നിലവിൽ വരികയാണ്. അപ്പോൾ അതിൻ്റെ
ഭാരവാഹികളെയാണ് ഇന്നിവിടെ ഈ യോഗത്തിൽ വെച്ച് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഒരു കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനം, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ആരെയും ഒഴിവാക്കി നിർത്താതെ ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനം നമ്മുടെ ഈ മണ്ഡലത്തിൽ, മണ്ഡല തലത്തിലായിരുന്നാലും താഴെ പഞ്ചായത്ത്, വാർഡ് തലങ്ങളിൽ സംഘടിപ്പിക്കേണ്ട ഒരു ചുമതല ഇന്നിവിടെ ഉത്തരവാദിത്തം ഏൽക്കുന്ന നേതാക്കൾക്കുണ്ട്. ഓരോ പ്രവർത്തകനെയും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ അവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തേണ്ട ഒരു ഉത്തരവാദിത്വം, വലിയ ഉത്തരവാദിത്തമാണ് ഈ പാർട്ടിയുടെ. അതിലുപരിയായിട്ട് ഒരു 3 മാസം ചിട്ടയായിട്ടുള്ളൊരു പ്രവർത്തനം ഈ ഒരു മണ്ഡലത്തിൽ, ഈ പ്രദേശത്ത് നടത്തേണ്ട ഒരു വലിയൊരു കഠിനമായിട്ടുള്ള ഉത്തരവാദിത്വം കൂടിയാണ് അവർ ഏൽക്കുന്നത്. അപ്പോൾ വിശ്രമമില്ലാത്ത ഒരു ദിവസങ്ങളായിരിക്കണം ഇനി ഓരോ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉണ്ടാകേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മണ്ഡലം കമ്മിറ്റി പുതിയ ഭാരവാഹികളെ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഈ മണ്ഡലത്തിന്റെ പ്രസിഡന്റായിട്ട് ശ്രീ അജിത് സിംഗ്, വൈസ് പ്രസിഡന്റുമാരായിട്ട് ശ്രീ രഞ്ജിത്ത്, ഹരോഷ്, ബിജു, ജയസിംഹൻ, അതുപോലെ ജോയിന്റ് സെക്രട്ടറിമാരായിട്ട് ശ്രീ ബിനു, അനു, രഞ്ജിത്ത്, രാജേഷ് ഇടവ, ട്രഷററായി രതീഷ് കണ്ണൻ, അതുപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരായിട്ട് മണ്ഡലം സെക്രട്ടറി ആയിട്ട് ശ്രീ ദിലീപ് ലാൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ട് ഉണ്ണി, ഷൈൻ, ജയസൂര്യ, കാർത്തിക്, അർജുൻ, സുരേഷ്. ഇതിനകത്ത് ഇൻവൈറ്റീസ് ആയിട്ട് പ്രത്യേക കമ്മിറ്റിയുടെ ശ്രീ സുരേഷ് ഉത്തമനും അതുപോലെ അനിൽ കുച്ചി വർക്ക്. അതുപോലെ നമ്മുടെ വിവിധ ഈ നേരത്തെ പറഞ്ഞ മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ പഞ്ചായത്തുകളിലേക്കും ഒരു 5ഓളം കമ്മിറ്റികളുടെ ചുമതലയാണ് നൽകുന്നത്. ഈ 5 കമ്മിറ്റിയുടെ പ്രസിഡന്റ്, വർക്കല മുനിസിപ്പൽ കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ട് ശ്രീ ബാജി, പഞ്ചായത്ത് വിനോദ്, രാജേഷ് പെൺകുളം, വെട്ടൂർ സുനിൽ, ഇളകമൺ, സജീവൻ. ഇവരെയാണ് പ്രധാന ഭാഗമായിട്ട്. ഇപ്പൊ നമുക്ക് പാർട്ടിയുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുവജന വിഭാഗമുണ്ട്, യുവസേനയുണ്ട്, അതുപോലെ തന്നെ പാർട്ടിയുടെ തൊഴിലാളി വിഭാഗമായിട്ടുള്ള രാഷ്ട്രീയ കർമ്മചാരി സേനയുണ്ട്. അപ്പൊ അങ്ങനെ നിരവധി ഭാരവാഹികൾ നമ്മൾ നിശ്ചയിക്കാണ്ട്, അപ്പൊ അത് നമ്മുടെ ഈ മണ്ഡലത്തിലെ പ്രവർത്തനം ശക്തമാകുന്നതോടുകൂടി അടുത്ത ഈ ഒരു ഗണേശോത്സവത്തിന് ശേഷം ബാക്കി നമ്മുടെ മറ്റ് കമ്മിറ്റികൾ, നമ്മുടെ ഈ പറഞ്ഞ 2 നമ്മുടെ വിഭാഗങ്ങളുടെയും കൂടെ നേതാക്കളെ പ്രഖ്യാപിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള ഒരു സജ്ജമായിട്ടുള്ള കമ്മിറ്റി മണ്ഡലത്തിൽ ഇന്നിവിടെ ചുമതലയേൽക്കുന്ന എല്ലാവർക്കും എല്ലാവിധ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. വർക്കല റീജിയണിലെ ഏറ്റവും മികച്ച സ്കൂളിൽ നിന്നും കഴിഞ്ഞ +2-ന് സ്കൂൾ ടോപ്പറായി മാറി. സ്നേഹസമ്മാനമായ ഒരു കുഞ്ഞു മൊമെന്റോയും നമ്മുടെ ശേഷിക്കനുസരിച്ചുള്ള ഒരു കുഞ്ഞു പൊന്നാടയും അദ്ദേഹത്തിന് ചാർത്തി കൊടുത്ത് അദ്ദേഹത്തെ അനുമോദിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിനെ അഡ്വക്കേറ്റ് പേരുക്കട ഹരികുമാർ സാർ അവരുകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഒപ്പം ആദിത്യരാജ് അവരുകളെ കൂടി ക്ഷണിച്ചുകൊള്ളുന്നു.
അംഗീകാരം തന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇവിടെ വന്ന് നമ്മുടെ ഈ സ്നേഹാദരം ഏറ്റുവാങ്ങിയതിന് ആദിത്യ രാജിന് നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ അത്യധികം കൃതജ്ഞതയും നന്ദിയും അദ്ദേഹത്തിനുള്ള നമ്മുടെ ഓരോരുത്തരുടെയും അഭിനന്ദനവും ഇവിടെ രേഖപ്പെടുത്തുന്നു. നന്ദി മോനെ, നന്ദി, നമസ്കാരം. യോഗത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ ജില്ലാ ഓർഗനൈസർ വിജേന്ദ്രകുമാർ, സംസ്ഥാന പ്രസിഡന്റ് ഹരികുമാർജി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് മോഹൻജി, ജില്ലാ പ്രസിഡന്റ് ആറ്റുകാൽ സുനിൽജി, ജില്ലാ സെക്രട്ടറി രാജേഷ് കായപ്പാടി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി നാരായണോട് രാജേഷ്, യുവസേന സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഇവിടെയില്ല. ഒന്നൊരു കാര്യം ഓർക്കുക, നമ്മളൊരു വ്യക്തിയല്ല, ഒരു പ്രസ്ഥാനമാണ്. ശിവസേന എന്ന് പറയുന്നത് ഒരു പാർട്ടി, ചെറിയ പാർട്ടിയല്ല, ഒരു വലിയ പാർട്ടിയാണ്. 1966 മഹാരാഷ്ട്രയിൽ ബാലസാഹിബ് രൂപം കൊടുത്ത ഒരു പാർട്ടിയാണ്. 25-30 കൊല്ലമായിട്ട് മഹാരാഷ്ട്രയിലെ മുംബൈ കോർപ്പറേഷൻ ഭരിക്കുന്നതും ഈ കഴിഞ്ഞ 2.5 കൊല്ലമായിട്ട് NDAയുടെ നേതൃത്വത്തിൽ 2 കൊല്ലത്തിന് മുമ്പേ 2.5 കൊല്ലം ഷിൻഡെജിയുടെ നേതൃത്വത്തിൽ ശിവസേന മഹാരാഷ്ട്ര ഭരിക്കുകയും ഇപ്പോൾ ഷിൻഡെജിയുടെ ഉപമുഖ്യമന്ത്രിയായിട്ട് മഹാരാഷ്ട്ര ഭരിക്കുകയും 12 MP-മാരുള്ളതും ഒരു കേന്ദ്രമന്ത്രിയുള്ളതും ഒരു പാർട്ടിയാണ് നമ്മുടെ ശിവസേന എന്ന് പറയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ശിവസേന സംസ്ഥാന പ്രസിഡന്റ് ഹരിയേട്ടൻ, വേദിയിലിരിക്കുന്ന മറ്റ് ശിവസേനയുടെ നേതാക്കൾ, പ്രവർത്തകർ, വർക്കല മണ്ഡലത്തിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകർ കൂടിയാണ്. അവർക്കെല്ലാവരും എൻ്റെ നന്ദിയുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുത്തത് പാർട്ടി പരിപാടിയാണ് എങ്കിലും ഞാൻ അവരെ ക്ഷണം സ്വീകരിച്ചതിൽ പങ്കെടുത്തു. ഇപ്പോൾ ഗണേശോത്സവത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത് കണ്ടു. 2 വർഷമായിട്ട് നമ്മൾ വർക്കലയിൽ നിന്ന് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വൃത്തിയായിട്ട് ഗണേശോത്സവം നടക്കുന്നുണ്ട്. ഇത്തവണയും ഞാൻ ഇന്നിപ്പോൾ വരുന്നതിന് മുമ്പ് ഉച്ചയ്ക്ക് ഞങ്ങളുടെ ഒരു യൂണിറ്റ് വന്ന് കണ്ടിരുന്നു. ഇത്തവണത്തെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ പടുക്ക അവർ തന്നെ കൊണ്ടുവരുമെന്നുള്ള ഉറപ്പ് തന്നിട്ടാണ് പോയത്. ലോറിയിൽ ഇത്തവണ ഏറ്റവും വലിയ പടുക്കയായിട്ട് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ തന്നെ ആയിരിക്കും വരുന്നത്. അത് ഏകദേശം ഒരു 10-15 സ്ഥലങ്ങളിൽ ആൾറെഡി നമ്മൾ ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട് ഫൈനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1-2 വിഗ്രഹങ്ങളും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അവിടുത്തെ ബാക്കി പണികൾ തിരുവനന്തപുരത്ത് നടക്കുന്നേ ഉള്ളൂ. പെയിന്റിങ് നടക്കുന്നു എന്നാണ് അറിഞ്ഞത്. അതിൻ്റെ വില പട്ടികയും മറ്റു കാര്യങ്ങളും കിട്ടിയാലുടൻ തന്നെ. പിന്നെ ഇത്തവണ കുറച്ച് വൈകി തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം പല കാരണങ്ങൾ കൊണ്ടും ഇപ്പം ഈ മണ്ഡല സമ്മേളനമൊക്കെ വന്നതുകൊണ്ട് നമ്മുടെ ഇത് 2-3 ആഴ്ച വൈകിയാലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ നമ്മളൊരു നല്ല ട്രസ്റ്റ് രൂപീകരിച്ചു. അതിൽ ഒരുപാട് അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ്, നമ്മൾ പബ്ലിക്കിനെ വലിയ തോതിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അവർ എല്ലാവരും ചോദിക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ആഴ്ച വഴി നമുക്ക് ഈ മീറ്റിംഗ് നടത്തി സ്വാഗത സംഘം രൂപീകരിച്ച് അടുത്ത നടപടികളുമായി മുന്നോട്ട് പോകാൻ പറ്റും. ഇത്തവണയും വർക്കലയിൽ നിന്ന് മികച്ച രീതിയിൽ തന്നെ നമ്മൾ തിരുവനന്തപുരത്ത് എത്തുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഇന്നിവിടെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഏതായാലും നമ്മുടെ ജില്ലാ ഓർഗനൈസർ ഇങ്ങനെ ഓടി നടന്ന് ഇങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചതിൽ ജില്ലാ കമ്മിറ്റിക്ക് വളരെയധികം സന്തോഷമാണ്. എന്തായിരുന്നാലും ഇന്നിവിടെ ചുറുചുറുക്കുള്ള കുറച്ച് ചെറുപ്പക്കാരെ തന്നെയാണ് നമ്മൾ ഈ വർക്കല മണ്ഡലത്തിന്റെ ഭാരവാഹിത്വം ഏൽപ്പിക്കേണ്ടത്. അവരേതായാലും നേരത്തെ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ അടുത്ത ഒരു മണ്ഡലം സമ്മേളനം അല്ലെങ്കിൽ ആധികാരികമായിട്ട് നമ്മുടെ ശിവസേനയുടെ പരിപാടികൾ ഈ മണ്ഡലത്തിൽ വരുമ്പോൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അസൂയ ഉളവാക്കുന്ന രീതിയിലാവണം നമ്മുടെ ഈ മണ്ഡലത്തിന്റെ പ്രവർത്തനം. ഏതായാലും ഇന്നിവിടെ ചുമതലയേൽക്കുന്ന ആ ഭാരവാഹികൾക്ക് അതിന് കഴിയും എന്ന് തന്നെയാണ് ജില്ലയുടെ ഏറ്റവും വലിയ ഒരു പ്രതീക്ഷ. നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ ഒരു മണ്ഡല സമ്മേളനത്തിൽ പോലും എത്തി ഇവിടുള്ള നമ്മുടെ പ്രവർത്തകരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രചോദനം നൽകാനാണ് അദ്ദേഹം എത്തിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 7 മണിക്ക് ഇതുപോലെ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്ത് അടുത്തൊരു പ്രോഗ്രാമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തമുള്ള ജില്ലാ സെക്രട്ടറി നിലയ്ക്ക് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ വിളിക്കുന്നില്ല. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇവിടെ പറഞ്ഞ ഗണേശോത്സവം പ്രധാനപ്പെട്ടതാണ്. അത് നമ്മുടെ
പ്രവൃത്തിയിലേക്കാണ് കിടക്കേണ്ടത്. ഇനി വരുന്ന സമ്മേളനങ്ങളിൽ നമ്മുടെ മണ്ഡല യോഗങ്ങളിലെല്ലാം ജില്ലാ കമ്മിറ്റി ഭാരവാഹി നൽകി എന്നെ വിളിക്കുന്നത് ഞാൻ പങ്കെടുക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങൾ, ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് നമുക്ക് ഒത്തൊരുമയായി പ്രവർത്തിച്ചുകൊണ്ട് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്നും നമ്മുടെ സമാനാധിരായിട്ടുള്ള അംഗങ്ങൾ ഇവിടുത്തെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനിലും ഉണ്ടാവണം എന്ന് ജഗദീശ്വരൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാം നല്ല മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയിച്ചു വെച്ചാൽ സംഘടന എത്തരത്തിലാണ് കെട്ടിപ്പടുക്കേണ്ടതെന്നും ഗണേശോത്സവം വലിയ വിജയകരമായി നടപ്പിലാക്കേണ്ട പദ്ധതികളെ കുറിച്ചുമെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ഇന്നത്തെ ഈ പരിപാടിയിൽ കൂടുതൽ തോന്നിയത് നമ്മുടെ പ്രചോദനകരമായ വളരെ പ്രേരണാദായകമായ ഒരു പ്രസംഗം കാഴ്ചവെച്ച വിജയേന്ദ്രകുമാറിന്റെ കാര്യമാണ് ഞാൻ ഇവിടെ കൂടുതൽ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഘടന എങ്ങനെയാണ് കെട്ടിപ്പടുക്കേണ്ടതെന്നും എത്തരത്തിൽ ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് സംഘടന ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതെന്നും അദ്ദേഹം ഓരോരുത്തരോടും പറഞ്ഞു. നമുക്ക് വാർഡ് തലത്തിൽ, ബൂത്ത് തലത്തിൽ കമ്മിറ്റികൾ വേണം. നമ്മൾ ഇന്നിപ്പം ഈ പരിപാടിയുടെ അവസാനത്തിൽ ഹരിചേട്ടൻ ഇവിടുത്തെ പ്രധാന നേതാക്കന്മാർ, അതായത് മണ്ഡലത്തിന്റെ ഭാരവാഹികളെ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ നേതാക്കളാണ് നാളെ ഈ വിജയകുമാർ ഏട്ടൻ പറഞ്ഞ പോലെയുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം പൂണിയിക്കേണ്ടത്. അത് അദ്ദേഹത്തിന്റെ മാത്രം ആവശ്യമല്ല, ഇന്നിവിടെ ഇരിക്കുന്ന ഈ മണ്ഡലത്തിന്റെ ഭാരവാഹികളാകാൻ പോകുന്നവരുടെയും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ശിവസൈനികന്റെയും ആവശ്യമാണത്. കാരണം നമ്മൾ ശക്തരാണെങ്കിൽ മാത്രമേ മറ്റുള്ളവർ നമ്മെ അംഗീകരിക്കുകയുള്ളൂ. നമുക്ക് ഇപ്പോൾ വിജയകുമാരുടെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ശക്തരായിട്ടുള്ളവർ പറയുന്നത് അംഗീകരിക്കാൻ ബാക്കിയുള്ളവർ തയ്യാറാവും. അപ്പോൾ ആ നേതൃത്വം അതിനുള്ള ശക്തി കാണിക്കുകയാണെങ്കിൽ, മുന്നിൽ നിന്ന് നയിക്കാൻ നേതാക്കൾ തയ്യാറാവുകയാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് ശക്തമായ ഒരു പ്രവർത്തനം തന്നെ കാഴ്ചവെക്കാൻ സാധിക്കും. ഞാൻ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ 500-600-ലധികം ആൾക്കാർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ എത്തിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അത്തരത്തിലേക്ക് നമുക്കൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞ കണക്കുകൾ പ്രകാരം തന്നെ 1400-ഓളം നേതാക്കന്മാരെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പം ആ ഒരു തലത്തിലേക്ക് നമ്മുടെ പ്രവർത്തനം കൊണ്ടുപോകണം. അതിന് മറ്റൊരു എളുപ്പമാർഗങ്ങളും ഇല്ല. ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നത് മാത്രമാണ് ആ ഒരു പ്രവർത്തനം നടപ്പിലാക്കി എടുക്കാൻ സാധിക്കുന്നത്. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരാണ്. അപ്പം രാഷ്ട്രീയപരമായി ജനങ്ങളോട് നമ്മൾ സംവദിക്കുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുക. അത്തരത്തിൽ ഈ സംഘടനയെ കെട്ടിപ്പടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദുസ്ഥാൻ. നമ്മൾ മുൻഗാമിൽ ഉഗ്രവാദികൾ ആക്രമിച്ചപ്പോൾ ഉഗ്രവാദികൾ മടങ്ങിപ്പോയി അവരെ തകർക്കാനായിട്ട് വെറും 45 മിനിറ്റ് കൊണ്ട് പാകിസ്ഥാൻ ഒരു മഹാരാജ്യത്തെ അന്തം പിടിക്കുവാനായിട്ട് അവരുടെ എല്ലാ വ്യോമസേന സിസ്റ്റങ്ങളും, എല്ലാ റഡാർ സിസ്റ്റങ്ങളും, എല്ലാ ഡിഫൻസ് സിസ്റ്റങ്ങളും വെറും 45 മിനിറ്റ് പരാജയപ്പെടുത്തിക്കൊണ്ട് അവര് നമ്മുടെ പാദങ്ങളിലേക്ക് വരാനായിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു സമവായം ഉണ്ടാക്കണമെന്നും നമുക്ക് ഇതുണ്ടാക്കണമെന്നും അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ടുവരാൻ പറയിക്കുവാനും ആ ഒരു സാഹചര്യം അവർ സൃഷ്ടിക്കപ്പെടണം. അപ്പൊ അത്രയും അത്യുന്നതമായ ഒരു ധീര നേതാവ് നയിക്കുന്ന ശ്രീ നരേന്ദ്രമോദി ഭാരതത്തെ നയിക്കുമ്പോൾ നമുക്ക് അതിന് പിന്നിൽ NDAയുടെ ഒരു ഘടകകക്ഷി എന്ന നിലയിൽ നമുക്ക് പ്രവർത്തിക്കുന്നതിന് വളരെ അഭിമാനമുണ്ട്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല മണ്ഡല സെക്രട്ടറിയായി എന്നെ തിരഞ്ഞെടുക്കും. നാളെ മുതൽ ഏത് രാത്രിയായിരുന്നാലും നമ്മളിൽ ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു പൊതുജനത്തിനോ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കഴിഞ്ഞാൽ സാധാരണക്കാരനാണ് നമ്മുടെ സെക്രട്ടറി. പക്ഷെ ആ കുറവ് നികത്താൻ വേണ്ടി വളരെ മിടുക്കന്മാരായിട്ടുള്ള പ്രസിഡന്റ് തൊട്ട് വൈസ് പ്രസിഡന്റുമാർ തൊട്ട് ജോയിന്റ് സെക്രട്ടറിമാർ തൊട്ട് എല്ലാവരും നല്ല കരുത്തുറ്റവരാണ് കൂടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് വളരെ സന്തുലിതമായ ഏറ്റവും നല്ലൊരു കമ്മിറ്റിയാണ് വന്നിരിക്കുന്നത്. ഈ മണ്ഡലത്തിന്റെ സുവർണ കാലഘട്ടം ഇന്ന് ഇതാ ഇവിടെ തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന്റെ ഔദ്യോഗിക നടപടികൾ അവസാനത്തിനായി പ്രഖ്യാപിക്കുന്നു. നമുക്കൊരു ദേശീയഗാനം കൂടി. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्छल जलधितरंगा तब शुभ नाम